ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന LGS വേരിയസ് എക്സാം പത്തനംതിട്ട, കണ്ണൂർ, മലപ്പുറം, ഇടുക്കി. അപ്പൊ ഈ ജില്ലകൾക്ക് വേണ്ടി നടന്ന എക്സാം ക്വസ്റ്റ്യൻ കോഡ് 165/24. അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും അതുപോലെ തന്നെ ആ ആൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നെക്സ്റ്റ് സ്റ്റേജ് എക്സാമുള്ള ആൾക്കാര് നിർബന്ധമായും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ ഓരോ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെ പോവുക. കാരണം റിപ്പീറ്റേഷൻ നല്ല രീതിയിൽ ഉണ്ടായിരിക്കും എക്സാമിന്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ ഹിസ്റ്ററി ആണ്. അപ്പൊ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഹിസ്റ്ററിയിലാണ്. അപ്പൊ ഇത് SCRT-യിലുള്ള SCRT ചാപ്റ്റർ നിർബന്ധമായും 10ാം ക്ലാസ്സിലെ SCRT ചാപ്റ്റർ ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു പോകും. അപ്പൊ അതിൽ നിന്ന് തന്നെയാണ് ഈ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു, ആരുടെ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ SCRT ചാപ്റ്റേഴ്സ് വായിച്ച ആൾക്കാരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരും. ആരാണ്? വില്യം ബെൻറിക് പ്രഭു ആണ് അല്ലെ? വില്യം ബെൻറിക് പ്രഭു ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവിടെയാണ്? 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിർബന്ധമായും പഠിച്ചു പോവുക. കാരണം 2-3 ക്വസ്റ്റ്യൻ നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണാം. 2-3 ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ എന്താണ് വില്യം ബെൻറിക് പ്രഭു പറഞ്ഞത് എന്നാണ് പറയുന്നത്? ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. അപ്പൊ ഇതാണ് വില്യം ബെൻറിക് പ്രഭു പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്നാണ് വില്യം ബെൻറിക് പ്രഭുവിന്റെ കോട്ടിങ്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള പറഞ്ഞാല് ഈ ഒരു ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ്. പിന്നെ TH ബേബർ പറഞ്ഞൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കാം. എന്താണ്? 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ആരാണ്? TH ബേബർ ആണ്. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. TH ബേബർ. ഈ TH ബേബർ എന്തിനെ കുറിച്ചാണ് ഇത് പറഞ്ഞത്? കുറിച്യ കലാപത്തെ കുറിച്ചാണ്. കുറിച്യ കലാപം നടന്ന വർഷം 1812 ആണ് അല്ലെ? കുറിച്യ കലാപം നടന്നത് 1812 ആണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയായിരുന്നു? കുറിച്യറും കുറുമ്പറുമാണ് അല്ലെ? വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങളായ കുറിച്യറും കുറുമ്പറുമായിരുന്നു നേതൃത്വം കൊടുത്തത്. അപ്പം രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. ആരാണ്? രാമനമ്പിയാണ്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂനികുതി വ്യവസ്ഥകൾ പറയുന്നുണ്ട്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റേറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. അപ്പൊ ഇത് എവിടെയാണ് നടപ്പിലാക്കിയ പ്രദേശങ്ങളും പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ് അല്ലെ? ശാശ്വത ഭൂനികുതി ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ്. റേറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ ആ ഒരു മേഖലയിലാണ്. ഓക്കെ, ഇപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? അത് കോൺവാലിസ് പ്രഭു ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരാണ്? സെമീന്ദാർമാർ ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാർ ആണ്. കർഷകർ എന്ന് പറയുമ്പോൾ റേറ്റ് എന്ന് പറയും. അതിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് റേറ്റ് വാരി വ്യവസ്ഥ. അപ്പൊ റേറ്റ് വാരി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് റേറ്റ് വാരി വ്യവസ്ഥ. മഹൽവാരി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നു, അതായത് ഓരോ മഹലായിട്ട് കണക്കാക്കുന്നു എന്നുള്ളതാണ് മഹൽവാരി വ്യവസ്ഥ. ആ മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചത് ഗ്രാമത്തലവനാണ്. ഓക്കെ, അപ്പൊ നേരിട്ട് നികുതി പിരിച്ചത് റേറ്റ് വാരി വ്യവസ്ഥയാണ്. സെമീന്ദാർമാർ വന്നത് എവിടെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലാണ്. ഗ്രാമത്തലവനാണെങ്കിൽ അത് എവിടെയാണ്? മഹൽവാരി വ്യവസ്ഥയിലാണ്. പിന്നെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യം നീലം കർഷക കലാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. നീലം കർഷക കലാപം നടന്നത് എപ്പോഴാണ്? 1859-ലാണ്. 1859-ലാണ് നീലം കർഷക കലാപം. എവിടെയാണ്? ബംഗാളിലാണ്. അതിന് നേതാക്കൾ ആരൊക്കെയാണ്? ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസുമാണ്. പിന്നെ മലബാർ കലാപത്തെ കുറിച്ച് ജസ്റ്റ് പറയുന്നുണ്ട്. 1921-ലാണ് മലബാർ കലാപം നടന്നത് അല്ലെ? മാപ്പിള കലാപം എന്നൊക്കെ അറിയപ്പെടുന്നതാണ്.
മലബാർ കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആരാണ്? കനോലിയാണ്. കനോലി. മലബാർ കലാപത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ഏത്? വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. ഇപ്പൊ വില്യം ലോഗൻ കമ്മീഷന്റെ കണ്ടെത്തൽ പ്രകാരം മലബാർ കലാപത്തിന്റെ കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയമായിരുന്നു. വില്യം ലോഗൻ കമ്മീഷന്റെ കണ്ടെത്തൽ പ്രകാരം മലബാർ കലാപത്തിന്റെ കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയമായിരുന്നു. പിന്നെ സാന്താൾ കലാപം 1855 സാന്താൾ കലാപം 1855 ഈ സാന്താൾമാർ എന്ന് പറയുന്ന ആരാണ്? ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരിക്കുന്ന ഗോത്ര വിഭാഗമാണ് അല്ലെ. അപ്പൊ രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് സാന്താൾമാര്. അപ്പൊ ഈ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ 2 പേരുണ്ട്. ആരൊക്കെയായിരുന്നു? സിദ്ധുവും കാനുവുമാണ് അല്ലെ. സിദ്ധുവും കാനുവുമാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ച ആൾക്കാർ ഒരു റിവിഷൻ ആയിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഓക്കെ. പിന്നെ കുറിച്യ കലാപം നമ്മൾ പറഞ്ഞു 1812 TH ബേബറിന്റെ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഓർത്തു വെക്കാം. ഇനി 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാണ്? പഹാരിയ കലാപം, ഖാസി കലാപം, മുണ്ട കലാപം, കോൾ കലാപം, ബീൽ കലാപം. അത് ഓർത്ത് വെക്കണം അല്ലെ. അപ്പൊ ഇതില് വേറിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. പഹാരിയ കലാപം, ഖാസി കലാപം, മുണ്ട കലാപം, കോൾ കലാപം, ബീൽ കലാപം. ഇതൊക്കെ എപ്പോഴാണ്? 19ാം നൂറ്റാണ്ടിൽ നടന്ന ഗോത്ര കലാപങ്ങളാണ്. ഓക്കെ. പിന്നെ ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഏത്? റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ. ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ. പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുന്നുണ്ട്. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. അപ്പൊ അതില് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എവിടെയാണ്? മീററ്റ് ആണ്. കലാപത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ശിപായികളാണ്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനാണ്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുമ്പോൾ നോക്കാം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇതേ ചാപ്റ്ററിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഇതെന്താണ്? ശരിയാണ് അല്ലെ. പ്രസ്താവനകൾ ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്? ശരിയാണ്. ഇനി ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. അപ്പം ഇത് കറക്റ്റ് അങ്ങനെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഒരു ടേബിൾ ഒക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്. ഫൈസാബാദിൽ ആരായിരുന്നു? മൗലവി അഹമ്മദുള്ളയാണ്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള എവിടെയാണ്? ഫൈസാബാദിലുള്ള ആളാണ് ആരാ? മൗലവി അഹമ്മദുള്ള. ഓക്കെ. അപ്പൊ ലക്നൌവിൽ ആരാണ്? ലക്നൌവില് ബീഗം ഹസ്രത് മഹൽ ആണ്. ഇങ്ങോട്ടും അങ്ങോട്ടും മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ലക്നൌവിലാണ് ആര്? ബീഗം ഹസ്രത് മഹൽ. അപ്പൊ ആ ഒരു ടേബിൾ കറക്റ്റ് പഠിച്ചു വെക്കുക. ഇപ്പൊ അതിൽ ആരൊക്കെയുള്ളത്? ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ് അല്ലെ. ഡൽഹിയില് ബഹദൂർ ഷാ രണ്ടാമനാണ് വരുന്നത്. പിന്നെ ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിഭായി ആണ് വരുന്നത്. ലക്നൗ ബീഗം ഹസ്രത് മഹൽ ആണ്. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ് കാൺപൂരിൽ വരുന്നത്. പിന്നെ ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. അതേ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനും അതേ ചാപ്റ്റർ തന്നെയാണ് വരുന്നത്. ദാദാബായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ് എന്നുള്ളത്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇതും ആ ഒരു ചാപ്റ്ററിൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദാദാബായ് നവറോജി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയ ആളാണ് ആര്? ദാദാബായ് നവറോജി. അപ്പൊ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയ ആളാണ് ആര്? ദാദാബായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ദാദാബായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന നവറോജിയുടെ പുസ്തകമാണേത്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് സ്ഥാപിച്ച സംഘടന ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ ചാപ്റ്റർ സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ. 10ാം ക്ലാസ്സിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ അതില് അലിഗഡ് പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? അലിഗഡ് പ്രസ്ഥാനമാണ്.
ആ ഒരു ചാപ്റ്ററിൽ അതേപോലെ തന്നെ എന്താണ് വലിയൊരു ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറെ പ്രധാന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. ആര്യ സമാജം ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി ആണല്ലേ സ്ഥാപിച്ചത്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി ആണ്. അപ്പൊ അതിന്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നോക്കി പോവാ. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. അപ്പം വിഗ്രഹാരാധനയും ശൈശവ വിവാഹത്തെയും എതിർത്തതാണ് ആര്? ആര്യ സമാജത്തിലൂടെ ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ. രാമകൃഷ്ണ മിഷൻ ആരുമായിട്ടാണ്? സ്വാമി വിവേകാനന്ദനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ. അപ്പൊ ഈ രാമകൃഷ്ണ മിഷനിലൂടെ എന്താണ് ചെയ്തത്? ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ. അലിഗഡ് പ്രസ്ഥാനം ആരാണ് സ്ഥാപിച്ചത്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് അല്ലെ. സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത്. ഏത് വർഷമാണ്? 1875 1875 സർ സെയ്ദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായിട്ട് വാദിച്ചു. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വാദിച്ചു. ഇനി പ്രാർത്ഥനാ സമാജ് ആരാണ്? ആത്മാറാം പണ്ടുരംഗാണ് അല്ലെ. ആത്മാറാം പണ്ടുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1867 1867 അപ്പൊ അത് ആത്മാറാം പണ്ടുരംഗാണ്. മിശ്ര ഭോജനം, അതുപോലെ തന്നെ മിശ്ര വിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായിട്ട് നിലകൊണ്ടു. അപ്പൊ പ്രാർത്ഥനാ സമാജം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായിട്ട് നിലകൊണ്ടു. ഓക്കെ. ദെൻ തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ആണ് അല്ലെ. മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ച് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? ആനി ബസന്റ്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാനത്തിനായിട്ട് നിലകൊണ്ടതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാനത്തിനായിട്ട് നിലകൊണ്ടതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ദെൻ ഹിതകാരിണി സമാജം ആരാണ്? വീരേശലിംഗമാണ്. വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ട് പ്രചരണം നടത്തിയതാണ് ഹിതകാരിണി സമാജം, വീരേശലിംഗം. സത്യശോധക് സമാജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സത്യശോധക് സമാജ് അല്ലെ, ഇതിനകത്തുണ്ട്. സത്യശോധക് സമാജ് ഒക്കെ ഓപ്ഷനിലുണ്ട്. അത് ജ്യോതിബ ഫുലെ ആണ്. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നാക്ക വിഭാഗങ്ങൾക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. അപ്പൊ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വിദ്യാലയം ആരംഭിച്ചത് ഈ സത്യശോധക് സമാജത്തിലൂടെയാണ്. ഇനി സ്വാഭിമാന പ്രസ്ഥാനം അതാരാണ്? ഇ വി രാമസ്വാമി നായ്ക്കരാണ്. സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കരാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയും എതിർത്തു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ശ്രീനാരായണ ഗുരു തന്നെയാണ്. ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായിട്ട് നിലകൊണ്ടു. അപ്പൊ ഇത്രയും പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ എവിടെ നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതായത് 5ാമത്തെ ചാപ്റ്റർ, ഏതാണ് ചാപ്റ്ററിന്റെ പേര്? സംസ്കാരവും ദേശീയതയും. അപ്പൊ ആ 2 ചാപ്റ്ററും എന്തായാലും എത്ര വട്ടം റിവിഷൻ ചെയ്യാൻ പറ്റുമോ അത്രയും വട്ടം ആ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അതും അതേ ചാപ്റ്ററിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? മിറാത്ത് ഉൽ അക്ബറും അതുപോലെ തന്നെ സമ്പാദ് കൗമുദിയുമാണ് അല്ലെ. മിറാത്ത് ഉൽ അക്ബറും സമ്പാദ് കൗമുദിയുമാണ്. അപ്പൊ പത്രങ്ങൾ, നേതാക്കൾ എന്ന് പറയുന്ന ഒരു ടേബിൾ തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പം അതിന് രാജാറാം മോഹൻ റോയ് ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ് അല്ലെ. ഓക്കെ. ഇപ്പൊ ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി. അപ്പൊ ഈ സമ്പാദ് കൗമുദി ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ഓർത്ത് വെക്കണേ, ബംഗാളി ഭാഷയിലാണ് സമ്പാദ് കൗമുദി വരുന്നത്. ഓക്കെ. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. അപ്പം പേർഷ്യൻ ഭാഷയിൽ ഏതാണ്? മിറാത്തുൽ അക്ബർ ആണ്. ഓക്കെ.
ഇനി ഇതില് അമൃത് ബസാർ പത്രിക ആരുടെയാണ്? ശിശിർ കുമാർ ഘോഷിന്റെയും മോത്തിലാൽ ഘോഷിന്റെയുമാണ്. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷുമാണ്. ഇനി സ്വദേശി മിത്രാണ്, ഇവിടെ ചിത്രം എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്വദേശി മിത്ര ആരുടെയാണ്? ജി സുബ്രഹ്മണ്യ അയ്യരുടെയാണ്. ജി സുബ്രഹ്മണ്യ അയ്യർ. ഹിന്ദു സ്വദേശി മിത്രം, ഈ രണ്ട് പത്രവും ജി സുബ്രഹ്മണ്യ അയ്യരുടെയാണ്. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യരാണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷാണ്. പിന്നെ ബോംബെ സമാചാർ ആരുടെയാണ്? ഫർദൂർജി മർസ്ബാൻ ആണ്. ഓക്കെ. കേസരി മറാത്ത ആരുടെയാണ്? ബാലഗംഗാധര തിലകിന്റെ ആണ് അല്ലെ, PYQ തന്നെയാണ്. കേസരി മറാത്തയും ബാലഗംഗാധര തിലകാണ്. ബംഗാളി ആരുടെയാണ്? സുരേന്ദ്രനാഥ ബാനർജിയുടെയാണ്. സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാബായ് നവറോജിയുടെയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ഇനി ഷോം പ്രകാശ് ആരുടെയാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഷോം പ്രകാശ്. ന്യൂ ഇന്ത്യയും കോമൺവെയിലും ആരുടെയാണ്? ആനി ബെസന്റിന്റെ ആണ്. ന്യൂ ഇന്ത്യ കോമൺവെയിൽ ആനി ബെസന്റ്. യങ് ഇന്ത്യ ഹരിജൻ, ന്യൂ ഇന്ത്യ ആണെങ്കിൽ ആനി ബെസന്റ് ആണ്. യങ് ഇന്ത്യ ആണെങ്കിൽ ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെയാണ്. ഹരിജനും ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെയാണ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആണ്. വന്ദേ മാതരം ആരുടെയാണ്? ലാലാ ലജ്പത് റായിയുടെയാണ്. നേഷൻ ആരുടെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ് അല്ലെ. നേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളും പഠിച്ചു വെക്കാം. രാജാറാം മോഹൻ റോയ് പറഞ്ഞതാണ്, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, പിന്നെ ആ ഒരു ചാപ്റ്ററിലെ പ്രധാനമായും ഓർത്തു വെക്കേണ്ട കാര്യമാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ആണ് അല്ലെ. ബനാറസ് സംസ്കൃത കോളേജ് ജൊനാഥൻ ഡങ്കൻ ആണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1835 ആണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം 1835 ആണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞതാരാണ്? മെക്കാളെ പ്രഭു ആണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞതാരാണ്? മെക്കാളെ പ്രഭു ആണ്. ഓക്കെ, എന്താണ് ഈ സയന്റിഫിക് സൊസൈറ്റികൾ? 19-ാം നൂറ്റാണ്ടില് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനൊക്കെ ആയിട്ട് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളെയാണ് നമ്മൾ സയന്റിഫിക് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. ഓക്കെ, രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായിട്ട് വാദിച്ച ആദ്യത്തെ ആളാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായിട്ട് വാദിച്ച ആദ്യത്തെ ആളാണ് രാജാറാം മോഹൻ റോയ്. സതി എന്ന ദുരാചാരത്തെ ശക്തമായിട്ട് എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ഇപ്പൊ ബംഗാളിലെ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ബംഗാളിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായിട്ട് അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായിട്ട് അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഇനി ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബംഗാളില് പിവയ്ക്കാണ്. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രശസ്തമായ 2 കൃതികളുണ്ട്. ബർണ പോറിക്കോയ് ബാല്യവിവാഹ. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? 1856 ആണ്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ വർഷം 1856 ആണ്. ഓക്കെ, പണ്ഡിത രമാബായി സ്ഥാപിച്ച സംഘടനയാണ് ഏത്? ശാരദാ സദൻ. ബോംബെയിലുള്ള ശാരദാ സദൻ പണ്ഡിത രമാബായി സ്ഥാപിച്ചതാണ്. അതിന്റെ ലക്ഷ്യം എന്താണ്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസം നൽകുക, അതാണ് ശാരദാ സദന്റെ ലക്ഷ്യം. ആര്യ മഹിളാ സമാജത്തിന്റെ സ്ഥാപകയും ആര് തന്നെയാണ്? പണ്ഡിത രമാബായി തന്നെയാണ്. ആര്യ മഹിളാ സമാജത്തിന്റെ സ്ഥാപകയും ആരാണ്? പണ്ഡിത രമാബായി ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ആറാമത്തെ ക്വസ്റ്റ്യൻ, രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നാണ്. അപ്പം രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് വായിക്കാം. 2 ചാപ്റ്റർ, 4ഉം 5ഉം ചാപ്റ്റർ നല്ല രീതിയിൽ വായിക്കാം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് വായിക്കണം. SCRT തന്നെയാണ് LGS എക്സാമിന് അധികവും വരുന്നത്. ഓക്കെ, അപ്പൊ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. ഓക്കെ, അപ്പൊ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുമ്പോൾ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ്. ഗാന്ധിജി ആരാണ് മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ബംഗാളി ഭാഷയിലുള്ള 2 പ്രധാന കൃതികളാണ് ഗോര, ഗീതാഞ്ജലി. ഗോര, ഗീതാഞ്ജലി ആരുടെയാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെയാണ്. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച ആളാണ് ആരാ? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവാണ്. ജനഗണമനയെ ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് അല്ലെ. ജനഗണമനയെ ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചതും ആര് തന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ച വ്യക്തിയും ആര് തന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹത്തിന്റെ കൃതി ഓർത്തു വെക്കാം, ഗോര, ഗീതാഞ്ജലി. ഓക്കെ, പിന്നെ ആ ഒരു ചാപ്റ്ററിൽ കുറച്ച് കൃതികളും ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ, ദേശീയ ഗാനമായ ജനഗണ രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ, പിന്നെ സതി എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. സതി എന്ന് പറയുന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആര് തന്നെയാണ്? നന്ദലാൽ ബോസ് ആണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ് ആണ്. എന്നാൽ ഗ്രാമീണ ജീവിതം എന്ന ചിത്രമാണ് ആരുടെയാണ്? അമൃത ഷെർഗിലിന്റെയാണ്. ഗ്രാമീണ ജീവിതം അമൃത ഷെർഗിൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, 1821 രാമൻ അമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം. ഇപ്പൊ ഇവിടെ വർഷം മാറിപ്പോയിട്ടുണ്ട്. വർഷം എപ്പോഴാണ്? 1812 ആണ്. ഇതും ഏത് തന്നെ നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് അല്ലെ. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലാണ് എന്ത് വരുന്നത്? കുറിച്യ കലാപത്തെ കുറിച്ച് വരുന്നത്. ഓക്കെ, അപ്പം കുറിച്യ കലാപം എന്ന് പറയുമ്പോൾ 1812 ആണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബ്രിട്ടീഷുകാർ. രാമൻ അമ്പിയാണ് അല്ലെ. കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആരാണ്? രാമൻ അമ്പിയാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം. ഈ കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അമിത നികുതി ചുമത്തിയതാണ് ഒന്നാമത്തെ കാരണം. ഇവിടെയും കാരണങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ എന്തെന്നെയാണ്? ഇതിന്റെ ഒരു കാരണമാണ്. പിന്നെ നികുതി പണമായിട്ട് അല്ലെ അടയ്ക്കാൻ നിർബന്ധിച്ചു. അപ്പൊ നികുതി എങ്ങനെ അടയ്ക്കണം? പണമായിട്ട് അടയ്ക്കാൻ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. അപ്പൊ ഇതും ഇതിനൊരു കാരണം തന്നെയാണ്. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അല്ലെ. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പൊ ഈ മൂന്നും എന്തിന്റെ കാരണങ്ങൾ തന്നെയാണ്? കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ TH ബേബറിന്റെ ഒരു കോട്ടിംഗ് അവിടെ പറഞ്ഞു, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ അല്ലെ. ഇനി കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതായിരുന്നു കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം. ഈ കുറിച്യ കലാപം അടിച്ചമർത്തപ്പെടുന്ന എപ്പോഴാണ്? 1812 മെയ് 8-നാണ്. 1812 മെയ് 8-നാണ് കുറിച്യ കലാപം എന്ത് ചെയ്യുന്ന അടിച്ചമർത്തപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? പാലക്കാടാണ് അല്ലെ. പാലക്കാടാണ് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്? 5 പ്രാവശ്യമാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് വന്നത് 1920 ഓഗസ്റ്റ് 18-നാണ്. 1920 ഓഗസ്റ്റ് 18-നാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം. നെക്സ്റ്റ് രണ്ടാമത് വരുന്നത് എന്തിനാണ്? വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വർഷം ഏതാണ്? 1925 മാർച്ച് 8-നാണ്. 1925 മാർച്ച് 8-നാണ് രണ്ടാമത് ഗാന്ധിജി വരുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് 1927 ഒക്ടോബർ 9-നാണ് വരുന്നത്. 1927 ഒക്ടോബർ 9-നാണ് വരുന്നത്.
1934 ജനുവരി 10-നാണ് നാലാമത്തെ പ്രാവശ്യം വരുന്നത്. 1934 ജനുവരി 10-നാണ്. അത് ഹരിജൻ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ഹരിജൻ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ഓക്കെ, ലാസ്റ്റ് വന്ന് 1937 ജനുവരി 12-ന് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. 1937 ജനുവരി 12-ന് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് 5-ാം തവണ ഗാന്ധിജി വന്നത്. ഓക്കെ, അപ്പം ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെയും റാണി സേതു ലക്ഷ്മിഭായിയെയും കണ്ടത്? അത് 2-ാം കേരള സന്ദർശനത്തിലാണ് അല്ലെ. 1925 വന്ന 2-ാം കേരള സന്ദർശനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആരൊക്കെ കണ്ടത്? ശ്രീനാരായണ ഗുരുവിനെയും റാണി സേതു ലക്ഷ്മിഭായിയെയും കണ്ടത്. ഓക്കെ, ഗാന്ധിജിയുടെ 4-ാം കേരള സന്ദർശന സമയത്ത് വടകരയിൽ വെച്ച് ഹരിജനങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ട് തന്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയത് ആരായിരുന്നു? കൗമുദി ടീച്ചറാണ്. കൗമുദി ടീച്ചർ. ഓക്കെ, ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ ഏത് സന്ദർശനത്തെയാണ്? 5-ാം കേരള സന്ദർശനത്തെയാണ്. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ 5-ാം കേരള സന്ദർശനത്തെയാണ്, 1937. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇനി ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലെ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. മിക്കി മൗസ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? സരോജിനി നായിഡു ആണ്. ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. അർദ്ധനഗ്നായ ഫക്കീർ വിൻസ്റ്റൺ ചർച്ചിലാണ്. അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. എന്റെ ഒറ്റയാൾ പട്ടാളം മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് അല്ലെ. എന്റെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭു ആണ്. ഓക്കെ, ഇനി ഗാന്ധിജി തിരിച്ചു വിശേഷണം കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ എങ്ങനെ വിശേഷിപ്പിച്ചത്? നേതാജി അല്ലെ. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നും അതുപോലെ തന്നെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ദേശസ്നേഹികളുടെ രാജകുമാരൻ, നേതാജി, ഇങ്ങനെയൊക്കെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസിനെയാണ്. സുഭാഷ് ചന്ദ്രബോസിനെയാണ്. ഇനി രവീന്ദ്രനാഥ ടാഗോറിനെ എന്ത് ചെയ്തു? ഗുരുദേവ്, മഹാനായ കാവൽക്കാരൻ, ഇങ്ങനെയൊക്കെ വിശേഷണം കൊടുത്തു. ഗുരുദേവ്, മഹാനായ കാവൽക്കാരൻ. രവീന്ദ്രനാഥ ടാഗോറിനെ ആര് വിശേഷിപ്പിച്ചതാണ്? ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ്. അയ്യങ്കാളിയെ പുലയ രാജ, അയ്യങ്കാളിയെ പുലയ രാജ എന്നും അതുപോലെ തന്നെ സരോജിനി നായിഡുവെ ഭാരത കോകിലം, ഭാരത കോകിലം എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ആര്? ഗാന്ധിജി. ഓക്കെ, ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു? ലിയോ ടോൾസ്റ്റോയി ആണ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയി ആണ്. രാഷ്ട്രീയ ഗുരു ആണെങ്കിൽ അത് ഗോഖലെയാണ്. രാഷ്ട്രീയ ഗുരു ഗോഖലെയാണ്. രാഷ്ട്രീയ പിൻഗാമി ആണെങ്കിൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ആണ്. ആത്മീയ പിൻഗാമി ആണെങ്കിൽ അത് വിനോബ ഭാവെയാണ്. ആത്മീയ പിൻഗാമി വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ്? സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരിയാണ്. ഓക്കെ, ഇനി ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്തായിരുന്നു? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് അല്ലെ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ്. അത് എഴുതിയ ഭാഷ ഏതാണ്? ഗുജറാത്തി ആണ്. ഗുജറാത്തി. ഗുജറാത്തിയിലെ ആത്മകഥയുടെ പേരെന്താണ്? സത്യാന പ്രയോഗോ അല്ലെ. സത്യാന പ്രയോഗോ എന്നാണ്. ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് യർവാദ ജയിൽ വെച്ചിട്ടാണ്. യർവാദ ജയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഏത് കാലഘട്ടത്തെ കുറിച്ചാണ് ആ ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്നത്? 1869 മുതൽ 1921 വരെയാണ്. 1869 മുതൽ 1921 വരെയാണ് ഗാന്ധിജി തന്റെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ളയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഗാന്ധിജിയെ കുറിച്ച് ഓർത്തു വെക്കാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ് എന്നുള്ളതാണ്. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹമാണ് EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. ഓക്കെ, അപ്പൊ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവാണ് ആര്? EV രാമസ്വാമി നായ്ക്കർ. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നടന്ന എപ്പോഴാണ്? 1924 മാർച്ച് 30-നാണ്. ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30-ന് പുലയ ഈഴവ നായർ സമുദായാംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പൊ ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേൻ, ഗോവിന്ദ പണിക്കർ. 1924 മാർച്ച്
30 വൈക്കം സത്യാഗ്രഹം. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം ഏതാണ്? വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. അതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? TK മാധവൻ ഉണ്ട്, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. ഇവരൊക്കെ എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ്. TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. അല്ലെ? അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? അത് TK മാധവനാണ്. TK മാധവനാണ്. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കാക്കിനടയാണ്. കാക്കിനട. ഈ ഒരു പ്രമേയം പാസാക്കാൻ മുൻകൈ എടുത്ത ആരാണ്? TK മാധവനാണ്. ഓക്കെ, അപ്പൊ 1923 അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കാക്കിനട 1923 നടന്ന സമ്മേളനമാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കൾ ആരൊക്കെയായിരുന്നു? ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ ആണ്. ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ ആണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹാശ്രമമായിട്ട് ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമമാണ് വെല്ലൂർ. വെല്ലൂർ ആശ്രമമാണ് വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹാശ്രമമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം ആരായിരുന്നു? അകാലികളാണ് അല്ലെ? അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ട് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണേത്? അകാലികൾ. ഓക്കെ, ദെൻ സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ. ഓക്കെ, അപ്പൊ എവിടുന്നാണ്? വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ്. അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനാണ്. ഇത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു ജാഥ മന്നത്ത് പത്മനാഭൻ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, ഇനി വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് ജീവശിഖ ജാഥ നയിച്ചതും ആര് തന്നെയായിരുന്നു? മന്നത്ത് പത്മനാഭനാണ് അല്ലെ? വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എന്നാണ്? 1925 നവംബർ 23 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. ഓക്കെ, വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചത് ആർക്കായിരുന്നു? മഹാറാണി സേതു ലക്ഷ്മി ഭായിക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് ഓർത്തു വെക്കാം. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം ഒക്കെ നല്ല രീതിയിലൊന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് എവിടെയാ? കോലത്തുനാടാണ്. കോലത്തുനാട്. ഇതും നമ്മുടെ SCRT ചാപ്റ്ററിൽ വരുന്ന കാര്യം തന്നെയാണ്. മൂഷക വംശകാവ്യത്തെ കുറിച്ചൊക്കെ ഒരു പറയുന്നുണ്ട്. മൂഷക വംശകാവ്യം രചിക്കപ്പെട്ട കാലഘട്ടം ഏതാണ്? അത് 11-ാം നൂറ്റാണ്ടിലാണ്. മൂഷക വംശകാവ്യം രചിക്കപ്പെട്ട കാലഘട്ടം 11-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷക വംശത്തിലെ രാമഗഡൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 119ഓളം രാജാക്കന്മാരുടെ ഭരണകാലമാണ് മൂഷക വംശകാവ്യത്തിൽ വിവരിക്കുന്നത്. അപ്പൊ ആ മൂഷക വംശകാവ്യത്തില് വിവരിക്കുന്നത് എവിടെയാണ്? 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷക വംശത്തിലെ രാമഗഡൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 119ഓളം രാജാക്കന്മാരുടെ ഭരണകാലമാണ്. ഓക്കെ, അപ്പൊ മൂഷക വംശകാവ്യം രചിച്ചതാരാണ്? അതുലൻ ഏത് രാജാവിന്റെ കൊട്ടാരം കവിയായിരുന്നു? ശ്രീകണ്ഠൻ എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരം കവിയായിരുന്നു അതുലൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ 4 നാടുവാഴി സ്വരൂപങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന് കോലസ്വരൂപം, അത് കോലത്തുനാട് ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. കോലസ്വരൂപം. പിന്നെ നെടിയിരുപ്പ് സ്വരൂപം, അത് ഏതാണ്? ഏറനാടാണ്. നെടിയിരുപ്പ് സ്വരൂപം ഏറനാട്. പെരുമ്പടപ്പ് സ്വരൂപം അത് കൊച്ചിയാണ്. തൃപ്പാപ്പൂര് സ്വരൂപം വേണാടാണ്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരിയാണ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരാണ്? ദിവ്യ ദേശ്മുഖ്. ഇത് എപ്പോ വന്ന ന്യൂസ് ആണ്? 2024 ജൂൺ മാസത്തിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. അതാണല്ലേ, ജൂൺ മാസത്തിൽ വന്നതാണ്. അപ്പൊ 2024 ജൂൺ ആ ഒരു മാസം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട മാസമാണ്. അപ്പൊ ഓക്കെ, ദിവ്യ ദേശ്മുഖ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ടൈറ്റിൽ സ്വന്തമാക്കിയ ഭാരതത്തിന്റെ ദിവ്യ ദേശ്മുഖ് ഈ ടൂർണമെന്റിൽ ആരെയാണ് തോൽപ്പിച്ചത്? ബൾഗേറിയയുടെ ബെലോസ്ലാവ ക്രിസ്റ്റേവയാണ് അല്ലെ? ബൾഗേറിയയുടെ ബെലോസ്ലാവ ക്രിസ്റ്റേവയാണ് ഈ ദിവ്യ ദേശ്മുഖ് എന്ത് ചെയ്തത്? പരാജയപ്പെടുത്തിയത്. ഓക്കെ,
നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യമാണ്. ഇതും ഈ ഒരു ജൂൺ ആ ഒരു മാസത്തിൽ നടന്ന കാര്യം തന്നെയാണ്. അപ്പൊ 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ഇറ്റലി. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലിയാണ്. ഓക്കെ, അപ്പം 2024 അതുപോലെ തന്നെ 2022 വേണമെങ്കിൽ അതും കൂടെ പഠിച്ചു വെക്കണം. G7 ഉച്ചകോടി നടന്നത് അല്ലെ. ഓക്കെ, 2024 നമ്മൾ പറഞ്ഞു 50ാമത്തെ G7 ഉച്ചകോടിയാണ്. 50ാമത്തെ G7 ഉച്ചകോടിയാണ്. അത് ഇറ്റലിയിലാണ്. 2023 അത് 49ാമത്തെ ആയിരുന്നു. അത് എവിടെയാണ്? ജപ്പാനിലാണ്. ജപ്പാൻ ഹിരോഷിമയിലാണ് 2023 G7 ഉച്ചകോടി നടത്തുന്നത്. ഓക്കെ, 2022 വരികയാണെങ്കിൽ അത് ജർമ്മനിയാണ്. അപ്പൊ 2022 ജർമ്മനി, 2022 ജർമ്മനിയാണ്. 2023 ജപ്പാനിലെ ഹിരോഷിമയാണ്. 2024 50ാമത്തെ ഉച്ചകോടിയാണ്. അത് എവിടെയാണ്? ഇറ്റലിയിലാണ്. ഓക്കെ, ഈ G7 എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് G7 വരുന്നത്? US, ജപ്പാൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK എന്നീ 7 സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7 എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ ഒന്നും ഈ G7 വരുന്നില്ല. അപ്പൊ ഈ G7 രാജ്യങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു PSC ചാനലിൽ ഒരു കോഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോഡ് ജസ്റ്റ് ഞാൻ പറയാം. ഒരു PSC ചാനലിന് കിട്ടിയതാണ് കേട്ടോ. അജി ഫ്രാൻസിൽ നിന്നും UGC നേടി. AJI അജി ഫ്രാൻസിൽ നിന്നും UGC നേടി. അപ്പൊ അജി എന്ന് പറയുമ്പോൾ A അമേരിക്ക, J ജപ്പാൻ, I ഇറ്റലി. അതാണ് അജി. A അമേരിക്ക, J ജപ്പാൻ, I ഇറ്റലി. F പിന്നെ ഫ്രാൻസിൽ നിന്നുള്ള F ഫ്രാൻസ്. പിന്നെ UGC ആണ് നേടിയത്. UGC എന്ന് പറയുമ്പോൾ UK, G ജർമ്മനി, C കാനഡ. അപ്പൊ ഇതൊരു ചാനലിൽ നിന്ന് കിട്ടിയ കോഡാണ്. ഓക്കെ, അപ്പം ഇപ്പൊ G7 രാജ്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഈ ഒരു G7 ഉച്ചകോടിക്ക് ഇന്ത്യ അടക്കം 13 രാജ്യങ്ങൾക്ക് 13 രാജ്യങ്ങൾക്കും പിന്നെന്താണ് ആഫ്രിക്കൻ യൂണിയൻ ഒക്കെ ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഇത് ജൂൺ 13 മുതൽ ഒരു G7 ഉച്ചകോടി നടന്നത് ജൂൺ 13 മുതൽ 15 വരെ ഇറ്റലിയിലാണ് നടന്നത്. ഓക്കെ, അപ്പം ഇതൊരു ജൂൺ മാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ മാസമാണ്. അതെന്തായാലും പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയിലേക്കാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതാണ്? സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ് അല്ലെ. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ്. സ്വത്ത് അവകാശം ഇപ്പൊ എന്താണ്? അതൊരു നിയമാവകാശമാണ് അല്ലെങ്കിൽ ഭരണഘടനാ അവകാശമാണ്. ഓക്കെ, അപ്പം ഈ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാണ്? 1978 44ാം ഭേദഗതിയാണ്. 1978 44ാം ഭേദഗതിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത്. ആ ഒരു സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. ജനതാ ഗവൺമെന്റ് ആയിരുന്നു അല്ലെ, മൊറാർജി ദേശായി. പ്രസിഡന്റ് ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. ഓക്കെ, ഇനി മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ? 6 മൗലിക അവകാശങ്ങളാണുള്ളത്. ഒന്നെന്താണ്? സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. പിന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പിന്നെ ചൂഷണത്തിനെതിരായ അവകാശം 23ഉം 24 ചൂഷണത്തിനെതിരായ അവകാശം. പിന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 29, 30 ആർട്ടിക്കിൾ 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം 32 ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഇത്രയും മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഓക്കെ, പിന്നെ സ്വത്തവകാശം ഇന്ന് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? 300A അല്ലെ. 300A വരുന്നത്. ഓക്കെ, ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരേ ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ട് കണ്ടോ. ഈ ഒരു മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണെന്നുള്ളതാണ്. നമുക്ക് എവിടെയൊക്കെ പോവാം? സുപ്രീം കോടതിയും ഹൈക്കോടതിയും പോവാം അല്ലെ. 2 കോടതിയിലും നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണെന്നാൽ സുപ്രീം കോടതിയാണ്. ഓക്കെ, അപ്പൊ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയോ അതുപോലെ തന്നെ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത് ഏത് ഭരണഘടനയാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് അല്ലെ. അപ്പൊ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയെ സമീപിക്കാൻ പറ്റും. ഓക്കെ,
പാർലമെന്റിന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തിൽ മൗലിക അവകാശങ്ങളെ ഭേദഗതി ചെയ്യാനും പറ്റും. ഇപ്പൊ മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താണ്? ഭേദഗതി ചെയ്യാൻ പറ്റും. ഏത് രീതിയിലായിരിക്കണം? ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ത് ചെയ്യാൻ പാടില്ല? ബാധിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഭേദഗതി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 3 ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് അല്ലെ. ഭരണഘടന നിലവിൽ വന്നപ്പോ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയാണ്? 6 ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന എന്താണ്? മൗലിക അവകാശങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയെ ആണിക്കല്ല്, ഇതൊക്കെ അറിയപ്പെടുന്ന എന്താണ്? മൗലിക അവകാശങ്ങളാണ്. അപ്പൊ ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇതൊക്കെ അറിയപ്പെടുന്ന എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. SCRT നല്ല രീതിയിൽ റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ LGS നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. Okay, thank you.